ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ലെവലാട്ടോ, ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം വീടിനെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഈ കാണുന്ന വീട് എന്ന് പറഞ്ഞാൽ ഒറ്റനില ഒരു കോണിക്കൂടോട് കൂടിയിട്ടുള്ള വീടേനു. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് പൊളിച്ച് തിരിച്ച് സെറ്റപ്പാക്കി പുതിയ പോർച്ചൊക്കെ ഉണ്ടാക്കി, അതായത് റിനോവേഷൻ്റെ ഒരു മാരക വേർഷനാണ് ഈ കാണുന്ന വീട് കേട്ടോ. അപ്പം ഈ വീടിൻ്റെ താഴത്ത്, അതായത് പോർച്ചിൻ്റെ മുകളിലൊക്കെ വിരിച്ചിട്ടുള്ള ഓട്, അതേപോലെ ടോപ്പിലെ റൂഫിൽ ഡ്രസ് വർക്ക് ചെയ്ത് വിരിച്ച ഓടിൻ്റെ ഒക്കെ മുകളിൽ കയറി പെയിൻ്റ് അടിക്കുന്ന പണി ഇവിടെ ബാക്കിയുണ്ട്. അതായത് ടോപ്പ് കയറിയിട്ട് എങ്ങനെ ഓട് പെയിൻ്റ് അടിക്കുക എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ അടുത്ത വീഡിയോയിലൂടെ കാണിച്ചു തരണ്ടേ. അപ്പോൾ ഞങ്ങളെ ഈ സൈറ്റത്തെ വർക്ക് എന്താ വെച്ചാൽ, ഈ വീടിൻ്റെ ബാക്കിൽ കണ്ട ഒരു എൽ ഷേപ്പിൽ ഫ്രീ ആയി നിൽക്കുന്ന ഏരിയ, ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറത്തെ ഒരു റൂമിനും അതേപോലെ ഫസ്റ്റ് ഫ്ലോറത്തെ ഒരു റൂമിലേക്കും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ചുമരിനോട് കൂട്ടി ചേർത്ത് കണ്ട് 2 നിലയിൽ 2 ബാത്റൂം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങളിന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതായത് കുറച്ച് പടവ് ചെയ്യാണ്ട്, കുറച്ച് ചുമര് തുറക്കാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉപകാരം ഇതിൽ നിന്ന് ഈ വീഡിയോ നിന്ന് കിട്ടും. കാരണം വെച്ചാൽ ഇതുപോലെ ഫ്രീ ആയി നിൽക്കുന്ന പല ഏരിയകളിലും പല വീടുകളിലും ഞങ്ങൾ ഇതുപോലെ 2 നില ബാത്റൂം ഉണ്ടാക്കി കൊടുത്തിക്കണേ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ഈ ബാത്റൂമിൻ്റെ സെറ്റപ്പ് എങ്ങനെ അറിയോ, വീടിൻ്റെ മെയിൻ തറയിൽ നിന്ന്, വീടിൻ്റെ തറയിൽ നിന്ന് ഒരു 20 സെൻറ്റ് കുറച്ച് കണ്ട് തറ കെട്ടിയിട്ട് അതുമെന്ന് നേരെ പടവ് ചെയ്തിട്ട് ഈ മെയിൻ സ്ലേവുമെന്ന് ഒരു 20 സെൻറ്റ് മൈനസ് ആവുന്ന കോലത്തിലാണ് പടവ് സ്ലേവൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. അത് എന്തിനാന്ന് വെച്ചാൽ, അടിയിലും മുകളിലും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാക്കുമ്പോൾ ആ റൂമിലേക്ക് വെള്ളം കയറാതാക്കാൻ കേട്ടോ. അതൊക്കെ പറഞ്ഞുതരാം. പിന്നെ ബാത്റൂമിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ഈ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ റൂമിൽ നിന്ന് തുറന്നിട്ടില്ല. അതായത് ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഈ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു ഗ്യാപ്പ് വാതിലിൻ്റെ 80 സെൻറ്റ് തുറക്കാണ്ട്, അതേപോലെ ഈ കാണുന്ന ഗ്യാപ്പ് അടയ്ക്കാണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, ഒരു വെൻറ്റിലേറ്റർ വെക്കാണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പടവിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ, നമ്മൾ ഇതിൻ്റെ നേരെ മുകളിൽ കണ്ടോ, നേരെ മുകളിൽ ഇതേപോലെ പടവ് ചെയ്യാണ്ട് സ്ലേവ് ഇടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ചുമര് തുറന്നിട്ട് മുകളിലൊക്കെ ചുമര് തുറന്നതിന് ശേഷം പടവ് ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ക്ലൈൻറ്റ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ആ ചുമരൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് മെഷീനൊക്കെ വാടക എടുത്തിട്ടുണ്ട്. മെഷീനൊക്കെ ഫുൾ സെറ്റപ്പാണ്. അപ്പോൾ ആദ്യം വീടിൻ്റെ അടിഭാഗത്തെ ചുമര് തുറക്കണത് കാണിച്ചു തരാം. ഇത് വീടിൻ്റെ അടിയിലെ ഡൈനിങ് ഹാളാണ്. ഫുള്ള് ടൈൽസൊക്കെ, ഫ്ലോറിലൊക്കെ ടൈൽസൊക്കെ വിരിച്ച് ഫുൾ സെറ്റപ്പാണ്. അതേപോലെ നമ്മളിതാ ഇവിടെ ചുമര് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരുപാട് പൊടിയൊക്കെ പാറും. അതുകൊണ്ട് തന്നെ സോഫയിലും കസാരമലൊക്കെ നമ്മൾ സീലിട്ട് വെക്കണം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് പൊടിയ കിട്ടും. അപ്പോൾ ക്ലൈൻറ്റിന് ഏകദേശം ഒരു വാതിലിൻ്റെ ഗ്യാപ്പ് വർക്ക് തീർന്നു കഴിഞ്ഞാൽ ഒരു 70 സെൻറ്റ് കിട്ടണം. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഒരു 78 സെൻറ്റിയിലാണ് ചുമര് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 80 സെൻറ്റിയിൽ ചുമര് കട്ടിങ് മാർക്ക് ചെയ്താലും വേണമെങ്കിൽ എത്രയും കുറയ്ക്കാൻ പറ്റും. കാരണം ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ആ വസ്തു വെക്കുന്ന ടൈൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് കയറ്റിട്ട് കഴിഞ്ഞാൽ നമുക്കത് 60 സെൻറ്റ് വരെ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ചുമര് മാർക്ക് ചെയ്ത് വരട്ടിക്കണ്. അതിന് ശേഷം കട്ട് ചെയ്യുമ്പം ഇവിടുത്തെ കല്ല് കാണാൻ പറ്റും. കല്ല് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പഴയ കാലത്തെ അടിയിൽ ഗ്രൗണ്ട് ഫ്ലോറത്തെ ഈ ചുമരുകളൊക്കെ പഴയ കാലത്തെ കല്ലാണ്, പഴയ വീടാ കേട്ടോ. അപ്പം ഈ 6 ഇഞ്ച് ഹൈറ്റ് 8 ഇഞ്ച് വീതിയുള്ള കൈച്ചത്ത് കല്ല് കിടത്തി വെച്ചുകൊണ്ടാണ് അവിടെയൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്നും നമ്മൾ കറക്റ്റായിട്ട് ഊരിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കല്ലൊക്കെ കറക്റ്റ് കിട്ടുള്ളൂ. അതേപോലെ നമ്മൾ അടിയിൽ ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വർക്ക് എന്താ വെച്ചാൽ, നേരെ ഈ ബാത്റൂമിൻ്റെ മുകളിലത്തെ റൂം, അതായത് 2ാം നിലയിലുള്ള ഈ റൂമിക്ക് നമുക്ക് ചുമര് തുറക്കണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഈ മെഷീൻ കൊണ്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ചുമര് തുറക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ പുറം സൈഡിൽ വരയ്ക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ പറഞ്ഞു വരാനുള്ളതെന്ന് വെച്ചാൽ, മെഷീൻ കൊണ്ട് വരയ്ക്കുമ്പോൾ ഒറ്റയടിക്ക് ചുമര് തുറന്ന് കിട്ടൂല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഇവിടെയും അതേപോലെ വാതിലിൻ്റെ ഗ്യാപ്പ് എത്രയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പിന് അത്ര തുറന്നിട്ട് അതേപോലെ അതിൻ്റെ ഉൾസൈഡിലും തുറക്കണം. കാരണം ഒറ്റയടിക്ക് 4 ഇഞ്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ചുമര് തുറക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഒരു 4 ഇഞ്ച് അപ്പുറം സൈഡിൽ നിന്ന് തുറന്നു കഴിഞ്ഞാൽ ആ ചുമര് ഏകദേശം എന്ത് ചെയ്യും, കറക്റ്റ് പിടുത്തം വീണും. പിന്നെ നമുക്ക് ഓരോ കല്ല് അടർത്തിക്കാണ്ടും അടിച്ചുകാണ്ടൊക്കെ പൊട്ടിക്കാൻ പറ്റും. അതേപോലെ കണ്ടോ, ആ സ്ലേവിൻ്റെ മുകളിൽ 2 ബാത്റൂം ഉണ്ടാക്കുന്നുണ്ട്. അതായത് അടിയിൽ ഒരു ബാത്റൂം മാത്രമേ ഉള്ളൂ. ഇനി ആ ബാക്കി ഫ്രീ ആയിട്ട് വന്നിട്ടുള്ള ഏരിയ വിറകൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താമെന്നാണ് ക്ലൈൻറ്റിൻ്റെ ആവശ്യം. പക്ഷേ മുകളിൽ പുതിയ പ്ലാനിങ്ങിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതായത് 2 ബാത്റൂം, ഒന്ന് റൂമിൻ്റെ ഉള്ളിലേക്കും അതേപോലെ ഒന്ന് ഡൈനിങ് ഹാളിലെ ഒരു കോമൺ ബാത്റൂം ഉണ്ടാക്കാനുള്ള പ്ലാനിങ് കേട്ടോ. അപ്പം സംഭവം ഒരു കുഴപ്പമില്ല, നല്ല പ്ലാനിങ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളിതിൻ്റെ കണ്ട ഓപ്പൺ ടെറസിൽ നിന്ന് ഡൈനിങ് ഹാൾക്ക് നോക്കുകയാണെങ്കിൽ വീടിൻ്റെ 2ാം നിലത്തെ ഡൈനിങ് ഹാളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ടോപ്പിലൊക്കെ ഫുള്ളായിട്ട് ഡ്രസ് വർക്കൊക്കെ വിരിച്ച് ഫുൾ സെറ്റാണ്. ഇതിൻ്റെ ഫ്ലോറിൽ ടൈലും പണിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അതായത് ടൈൽസിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നതിന് മുമ്പ്
ഈ റിനോവേഷൻ വർക്കൊക്കെ ചെയ്യിപ്പിക്കുക കേട്ടോ. പിന്നെ നമ്മളിതാ വീടിൻ്റെ അടിയിൽ നിന്ന് വരുന്ന കോണിക്കൂടാണ് കാണുന്നത്. കോണിക്കൂടിൻ്റെ ആദ്യത്തെ വാതിൽ എന്ന് പറഞ്ഞാൽ അപ്പുറം ഓപ്പൺ ടെറസ് കഴിഞ്ഞ് അതൊക്കെ അവിടെ അടച്ചുകാണ്ട് ഒരു ജനവാതിൽ വെച്ച് ആ വാതിൽ ഇങ്ങോട്ട് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വീടുകളിൽ ഇങ്ങനത്തെ ചില്ലറ പണികളൊക്കെ ചെയ്യാണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഉപകാരപ്പെടും. കണ്ടോ, ഈ ചൂല് വെച്ച ഏരിയയിൽ നമുക്കൊരു ഡോർ തുറക്കാനുണ്ട്. അതേപോലെ ഈ കാണുന്ന റൂമിലും ഒരു ഡോർ തുറക്കണം. അപ്പം മുകളിൽ നമ്മൾ ഒരു ബാത്റൂം മാത്രം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ബാക്കിയുള്ള ഏരിയ ഒന്നില്ലെങ്കിൽ നമ്മൾ വലിയൊരു ബാത്റൂം ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിന്നെ ഒരു ചെറിയൊരു ഏരിയ ഫ്രീ ആയി എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അടിയത്തെ അത്ര സൗകര്യം മുകളിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കറക്റ്റ് കെട്ടുമ്പോൾ തന്നെ ചുമര് വരണമെന്നില്ല. നമ്മളെന്ത് അറിയോ, അത് കറക്റ്റ് സെൻറ്റർ ഡിവൈഡ് ചെയ്ത് കണ്ട് 2 റൂമിലേക്ക് ആക്കി മാറ്റാൻ പറ്റും. ഇനി ഇത് എങ്ങനെ പടവ് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനുമാണെങ്കിൽ 4 ഇഞ്ചിൻ്റെ ബ്ലോക്കൊക്കെ ഉപയോഗിക്കട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഈ റൂമിൽ നിന്ന് ചുമര് തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു റൂമിൽ മാത്രം ഫ്ലോറിൽ ടൈലൊക്കെ 2x2 മാർബോണേറ്റൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട് വരാതാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ കാർഡ്ബോർഡ് പെട്ടിയൊക്കെ ഇട്ടിക്കണേ. പിന്നെ നമ്മളെ മെഷീൻ്റെ ഹാൻഡിൽ 2 സൈഡിലേക്ക് മാറ്റാൻ പറ്റും. അതായത് ചില സൈഡിൽ ചുമര് തുറക്കുമ്പോൾ നമ്മളെ കൈപ്പാസ് കറക്റ്റ് ആയിക്കോണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ആ ഒരു പിടുത്തം കറക്റ്റ് മാറ്റിക്കാണ്ട് 2 സൈഡിലേക്ക് നമ്മളെ പാസിനനുസരിച്ച് മാറ്റി ഈ കട്ടർ പിടിക്കാൻ പറ്റും. അപ്പോൾ അത് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിതാ ഈ 2 റൂമിൻ്റെ കണ്ടോ 2 ഗ്യാപ്പും കറക്റ്റായിട്ട് തുറന്നിട്ടുണ്ട്. ഒന്ന് റൂമിൽ നിന്നും ഒന്ന് നേരെ കാണുന്നത് ഡൈനിങ് ഹാളിൽ നിന്നാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇവിടെ ലിൻഡലില്ല കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ 2ാം നിലയിൽ ഇത് പഴയ വീടല്ല. അപ്പം ഇത് പടവ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ലിൻഡലിനെക്കാട്ടിയും ഒരു 2 വരി ഹൈറ്റിൽ പടവ് വരുന്ന കോലത്തിൽ ഫുള്ളായിട്ട് വാട്ടർ ലെവൽ ചെയ്തിട്ട് അതിൻ്റെ ടോപ്പ് നിന്ന്, അതായത് ട്രസ് വർക്ക് സെൻറ്ററിൽ കുറച്ച് ഹൈറ്റിൽ ട്രസ് വർക്ക് ചെയ്തിട്ട് നേരെ സൈഡിലേക്ക് ചേരിച്ചാണ് ട്രസ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജനവാതിലിനും വാതിലിനും മാത്രമേ പീസ് ലിൻഡൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഈ ചുമര് കട്ട് ചെയ്ത സമയത്ത് കണ്ടില്ലേ, ഇവിടെ ലിൻഡൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ മെഷീൻ കല്ലാണ് കാണുന്നത്, ചെങ്കല്ലാണ് കാണുന്നത്. അപ്പം ക്ലൈൻറ്റിന് അത് അങ്ങനെ കാണുന്നതുകൊണ്ട് കുറച്ച് ഒന്ന് ലെവലായി നിന്നോട്ടെ വിചാരിച്ചിട്ട് നമ്മളിത് അപ്പം തന്നെ തേച്ച് കണ്ട് ഫിനിഷാക്കി കൊടുത്തിക്കണേ. ഇപ്പോൾ കണ്ട ഈ റൂമിൽ നിന്നൊക്കെ കറക്റ്റ് കാണാൻ പറ്റും. കാരണം നമ്മൾ ഈ 2ാം നിലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ട്രസ് വർക്കൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെങ്കല്ലന്നെ ഉപയോഗിക്കണം എന്നില്ല. ഹോളോ ബ്രിക്സ്, കുരുടീസൊക്കെ ഉപയോഗിക്കുക. ഇതേപോലെ ഫുള്ളായിട്ട് ഓൾ റൗണ്ട് ലിൻഡലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ 2 വാതിലിനും കറക്റ്റ് ലിൻഡലൊന്നും ഇല്ല. അത് ഞങ്ങൾ തേച്ച് കണ്ട് സെറ്റാക്കി വെച്ചുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വർക്ക് കണ്ടോ ഏകദേശം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ പൊളിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വർക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അതായത് ചില കല്ലുകളൊക്കെ ചിലപ്പം കട്ടാകാതെ ഓവറായിട്ട് ഈ ചുമരുമെന്ന് പോയിന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ അവിടെ കറക്റ്റാക്കിയിട്ട് പിടിപ്പിച്ച് വെച്ചാൽ മതിയേ. അപ്പോൾ ഈ കണ്ട ഒരു ജനവാതിൽ ഇത് ഇനി ഈ വീട്ടിൻ്റെ കോണിക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ വാതിൽ പിന്നെ അപ്പുറം സൈഡിലേക്കാക്കി മാറ്റിയതാണ്. അതേപോലെ ഇതിൻ്റെ ട്രസ് വർക്കിൽ കണ്ട കുറച്ച് ചുവന്ന ഓട്, അതൊക്കെ എന്താ വെച്ചാൽ നമ്മളിതാ പെയിൻ്റ് അടിച്ച ഓട് തെയ്യാതെ വന്നപ്പം ഞങ്ങളിതാ കുറച്ച് ഒറ്റപ്പാത്തി ഓട് ഇട്ടുകൊണ്ടാണ് ആ ഡ്രസ് വർക്ക് ഓട് ഫുള്ള് വിരിച്ചിട്ടുള്ളത്. ഇതുവരെ ഒരു ലീക്കും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇത് നമ്മൾ അടിയിൽ നിന്ന് കോണിക്കൂട്ടിൽ നിന്ന് വരുന്ന ഇപ്പോഴത്തെ വാതിലാണ്. അതേപോലെ ഇപ്പം ഡൈനിങ് ഹാളിൽ നിന്ന് 2 വാതിലിൻ്റെ ഗ്യാപ്പ് കാണാൻ പറ്റും. ഒന്ന് നമ്മൾ ഒരു കോമൺ ബാത്റൂമിനും വേണ്ടിയിട്ട് പുതിയതായിട്ട് തുറന്നതാണ്, ഒന്ന് നമ്മളിതാ ഈ കാണുന്ന റൂമിലേക്കും. അപ്പം ഈ ഐഡിയ എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? അതായത് മുകളിൽ 2 ബാത്റൂം ഉണ്ടാക്കുക, അടിയിൽ ഒരു ബാത്റൂമോ ആ ഒരു ബാത്റൂം നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതാക്കി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക, നിങ്ങൾ ഇഷ്ടമാണ്. അപ്പം എന്താ പറയുക, ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് പല ഐഡിയന്നും പല മാറ്റങ്ങൾ വരുത്തിക്കാണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതേ ഐഡിയ തന്നെ ചെയ്യണമെന്നില്ല. പിന്നെ ഡ്രസ് വർക്ക് ഫുൾ സെറ്റാട്ടോ. ഡ്രസ് വർക്കൊക്കെ അതൊക്കെയാണ് ഫുള്ള് അടിച്ചുപൊളി ഡ്രസ് വർക്കാണ്. ഡ്രസ് വർക്ക് ചെയ്ത ചെക്കന്മാരെ നമ്പറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. അല്ല വിളിച്ചോളി, ആൾ വേറെ ചെക്കന്മാരൊക്കെ വേറെ ലെവലാണ്. അപ്പോൾ ഇതാ കറക്റ്റ് കട്ട് ചെയ്തേനെ സൂപ്പറായിട്ട്. അത് മാത്രമല്ല ഈ കല്ലിങ്ങനെ കാണുമ്പോഴേ ക്ലൈൻറ്റിന് ഒരു പേടിയുണ്ട് ഇടിഞ്ഞ് വീകുമെന്നുള്ളത്. അതിനോണ്ട് ഞങ്ങൾ സ്ട്രോങ് ഒക്കെ അടിച്ചിക്കാണ്ട് ഫുൾ തേച്ച് സെറ്റാക്കിയാണ്. കാരണം ഇതിൻ്റെ ബാക്കിൽ ഇനി ഒരുപാട് വർക്ക് വരാണ്ട്. വർക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ പടവ് ചെയ്യണം, തേക്കാണ്ട് ടൈലൊട്ടിക്കാണ്ട്. അതിനോണ്ട് ഞങ്ങൾ കട്ടിങ്ങിൻ്റെ കൂടെ ഏകദേശം ഒരു തൂക്കിക്കാണ്ട് കറക്റ്റ് ഫ്രെയിമാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ വർക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ഫുൾ തേച്ചിക്കാണ്ട് ഫിനിഷ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സൈറ്റിൽ ഇനി ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് വർക്ക് വരാണ്ട്. അതുകൊണ്ട് ഞങ്ങളിതാ പൊളിച്ച പാടത്ത് തന്നെ ഫുള്ളായിട്ട് കറക്റ്റ് തേക്കാനുള്ള പൊളിഞ്ഞ ഏരിയയൊക്കെ ഫുള്ള് സിമെൻറ്റ് വെച്ചിട്ട് അടച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള കനം കാണിച്ചു തരാം. കണ്ടോ, ഒരു കോല് വെച്ച് കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് കനം മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കനം കണ്ടില്ലേ,
ഒരു 20 സെൻറ്റി, അതായത് ഇതിൻ്റെ ഫ്ലോറിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്ലേവിൻ്റെ മുകളിൽ ബാത്റൂമിൻ്റെ വേസ്റ്റ് ട്രാപ്പ്, ക്ലോസറ്റിൻ്റെ പൈപ്പൊക്കെ പോകുന്ന സമയത്ത് കുറച്ചും പാടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ടൈലൊക്കെ വന്നു കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ ഫ്ലോറിലെ ടൈലും റൂമിൻ്റെ ഫ്ലോറത്തെ ടൈലും തമ്മിൽ ഏകദേശം ഒരു 5-6 ഇഞ്ച് ഡിസ്റ്റൻസ് വരുന്ന കോലത്തിലാണ് ഇവിടെ ഈ വർക്കൊക്കെ ചെയ്തുകൊണ്ട് പോകണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ആ മുകളിലെ വർക്കൊക്കെ ഞങ്ങളിതാ കറക്റ്റ് വർക്ക് തീർന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അടിയിൽ കാണിച്ചു തരാം, കാരണം സമയമില്ല. ഇവിടെ കറണ്ട് ഒരുപാട് വട്ടം പോകുന്നുണ്ട്. അപ്പോൾ അതാ അടിയിൽ കണ്ടില്ലേ പഴയ കല്ല്, കിടത്തി വെച്ച കല്ല്. അപ്പോൾ ഇതൊക്കെ ഇതേപോലെ ഇടാൻ മാത്രമേ ഉള്ളൂ. ഒരു തേക്കുന്ന സമയത്ത് ഒരൊറ്റ വട്ടം ഫിനിഷ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇതൊക്കെ സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് സിമെൻറ്റ് പൊടി ഏറെ ഇട്ടുകാണ്ട് കുമ്മായത്തിൽ കുറച്ച് സിമെൻറ്റ് പൊടി ഇട്ടുകാണ്ട് ഇതാ അതൊക്കെ തേച്ച് സെറ്റപ്പാക്കി കൊടുത്തുക്കണേ. അപ്പോൾ നമ്മൾ ചുമര് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ തേക്കാൻ ഒരു ചുമരൊക്കെ കട്ട് ചെയ്യാനുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ചുമര് കറക്റ്റ് അപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ തേച്ച് കൊടുക്കും പറ്റും. പിന്നെ അടുത്ത വർക്ക് എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ട മുകളിലൊക്കെ 2 റൂമിൻ്റെ വാതിലിനുള്ള ഗ്യാപ്പ് തുറന്ന്, അതേപോലെ ഇനി അടിയിൽ ലാസ്റ്റ് ഫൈനൽ വർക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ ചുമര് ഫില്ലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചുമര് ഫില്ലാക്കുന്ന നേരത്തെ ഒരു വെൻറ്റിലേറ്റർ വരാണ്ട് കിട്ടും. അപ്പോൾ ഈ വെൻറ്റിലേറ്റർ കറക്റ്റ് സെൻറ്ററിൽ വരാനുള്ള കോലത്തിൽ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ കണ്ടില്ലേ വെൻറ്റിലേറ്റർ മേലെ നമ്മൾ എന്ത് ചെയ്യുക, വെൻറ്റിലേറ്ററിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മൾ ഒരു ചോക്ക് എടുത്തുകൊണ്ട് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതേപോലെ 2 സൈഡിൽ നിന്ന് 2 അളവിൽ അതിൻ്റെ പകുതി കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് വെൻറ്റിലേറ്റർ എന്ത് ചെയ്താൽ മതി അറിയോ, ഒരു തേപ്പിൻ്റെ കോല എന്തെങ്കിലും വെച്ചുകാണ്ട് കറക്റ്റാക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ. ചെറിയ സിമ്പിൾ വർക്കാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കണേ. പിന്നെ ഈ ബാത്റൂമിൻ്റെ കോൺക്രീറ്റിൻ്റെ കൂടെ, അതായത് മുകളിലത്തെ 2 ബാത്റൂമിൻ്റെ ഫ്ലോറിലെ വെള്ളം ചുമരിലേക്ക് ലീക്ക് ആവാതൊക്കെ വേണ്ടിയിട്ട് കോൺക്രീറ്റിൻ്റെ കൂടെ തന്നെ ചെറിയ ഒരു എൽ ഷേപ്പിൽ ഒരു ബീഡിങ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൽ പറയാൻ മറന്നതാണ്. അതേപോലെ പിന്നെ വെൻറ്റിലേറ്ററൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ പരിപാടി കേട്ടോ. വെൻറ്റിലേറ്ററിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഹൈറ്റ് കറക്റ്റ് പടവെന്ന് മൈനസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു കോൽമേൽ സ്പിറ്റ് ലെവൽ വെച്ചുകാണ്ട് സിമെൻറ്റ് പരത്തിക്കാണ്ട് ചെറിയൊരു തേപ്പിൻ്റെ കനം പുറത്തേക്ക് കാണുന്ന കോലത്തിൽ വെക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ ബാത്റൂമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വാസ്തുപരമായിട്ട് വിശ്വാസമുള്ള ആൾക്കാരൊക്കെ വാസ്തു നോക്കിയിട്ട് മാത്രം ചെയ്യുക. അതേപോലെ ഇതിൻ്റെ പടവ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.